ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മെൻറ്റർ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ പ്രയാസമുള്ളതായി കുട്ടികൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് സിമ്പിളായി പഠിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായി ആൻസർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. സോ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആദ്യം നോക്കേണ്ടത് ഈ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ റിജിഡ് ബോഡി എന്നുള്ള ആശയമാണ്. എന്താണ് റിജിഡ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, കൃത്യമായ ഷേപ്പുള്ളൊരു ബോഡി. ഒരിക്കലും ആ ഷേപ്പിന് മാറ്റം വരാനും പാടില്ല. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവണം, ആ ഷേപ്പ് ഒരിക്കലും മാറാനും പാടില്ല. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ പോലും ഷേപ്പിൽ മാറ്റം ഉണ്ടാവരുത്. ആ ബോഡിയെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയും. ഇറ്റ്സ് എ ബോഡി ഹാവിങ് ഡെഫിനിറ്റ് അൺചേഞ്ചിങ് ഷേപ്പ്. ഒരു റിജിഡ് ബോഡിക്ക് 3 തരം മോഷനാണ് ഉള്ളത്: ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. നോക്കടാ, ഈ ചെരിഞ്ഞ സർഫസിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്. ആ ബ്ലോക്ക് താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുമല്ലോ, ആ സ്ലൈഡ് ചെയ്ത് വരുന്ന മോഷനാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. എന്നാൽ ഈ പമ്പരം കറങ്ങുന്നത് നോക്ക് നിങ്ങൾ, അതാണ് റൊട്ടേഷണൽ മോഷൻ. എന്നാൽ ഒരു ബോളാണ് ചെരിഞ്ഞ സർഫസിൽ വെച്ചതെങ്കിൽ ആ ബോൾ താഴോട്ട് വരുന്ന മോഷനാണ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും ഒരു കോമ്പിനേഷൻ. ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. എന്നാൽ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ചാപ്റ്ററിൻ്റെ പേര് നോക്ക് നിങ്ങൾ, സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ്. പാർട്ടിക്കിൾസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈസ് കുറഞ്ഞ ആറ്റംസ്, മോളിക്യൂൾസ് എന്നൊക്കെയാണ്. ഇപ്പം എൻ്റെ ഈ പേനക്കകത്ത് കോടിക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ പേനയെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ ഏതൊരു ബോഡിയെയും നമുക്ക് എന്ത് പറയാം? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയാം. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ച ബോഡിക്കകത്ത് ഇതിനകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ആ പാർട്ടിക്കിൾസ് എല്ലാം ഒരേപോലെ മൂവ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേഷൻ. നോക്കണം, ഇതിനകത്ത് എല്ലാ പാർട്ടിക്കിൾസും ഒരേപോലെ. എന്നാൽ ഈ കറങ്ങുന്ന പമ്പരത്തിനകത്തെ പാർട്ടിക്കിൾസ് അങ്ങനെയല്ല. പമ്പരത്തിനകത്തെ പാർട്ടിക്കിൾസ് ഒക്കെ സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. നോക്ക്, ഞാൻ ഈ പമ്പരത്തിനകത്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു എന്ന് കരുതുക. ഈ പമ്പരത്തിനകത്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്താൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സർക്കിൾ, ഇവിടെ വേറൊരു സർക്കിൾ, ഇങ്ങനെ പാർട്ടിക്കിൾസ് എല്ലാം പല പല റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ കറങ്ങി അങ്ങനെയുള്ള ഒരു മോഷനാണ് സത്യത്തിൽ റൊട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ സർക്കിളിൻ്റെയും സെൻറ്റർ നോക്കിയാൽ ഒരേ ലൈനിൽ വരികയൊക്കെ ചെയ്യും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഓക്കെ, എന്നാൽ ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ റോളിംഗ് മോഷൻ എന്ന് പറയും. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ റിജിഡ് ബോഡി എന്താണെന്നും റിജിഡ് ബോഡിയുടെ 3 ടൈപ്പ് മോഷൻ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ റൊട്ടേഷണൽ മോഷനെ കുറിച്ചാണ് കാര്യമായി പഠിക്കുന്നത്. റൊട്ടേഷണൽ മോഷൻ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട് വെക്റ്റർ പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് ആദ്യം ഒന്ന് പഠിച്ചെടുക്കണം. എന്താണ് വെക്റ്റർ പ്രൊഡക്റ്റ്? സിമ്പിളായി പഠിക്കാം. നിങ്ങൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാലോ. ഡെഫിനിഷനും എക്സാമ്പിളും വെക്റ്റർ അഡീഷനും എല്ലാം മോഷൻ പ്ലെയിനിൽ പഠിച്ചതാണ്. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഭാഗം നിങ്ങൾ വർക്ക് എനർജി പവറിലും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗം ഈ ചാപ്റ്ററിലും പഠിക്കാൻ. എന്താ ടോപ്പിക്? വെക്റ്റർ പ്രൊഡക്റ്റ്. ഈ വെക്റ്റർ പ്രൊഡക്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഒന്നുമില്ല, 2 വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ഒരു വെക്ടറായി കിട്ടുക. വെക്റ്റർ ഇൻറ്റു വെക്റ്റർ ഇസ് ഈക്വൽ ടു വെക്റ്റർ, അതാണ് വെക്റ്റർ പ്രൊഡക്റ്റ്. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. എങ്ങനെയാണ് വെക്റ്റർ പ്രൊഡക്റ്റ് നമ്മൾ എഴുതി കാണിക്കുന്നത്? വെക്റ്റർ പ്രൊഡക്റ്റിനെ എഴുതി കാണിക്കുന്നത് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. ഇങ്ങനെ ക്രോസ് ഇട്ട് എഴുതുന്നത് കൊണ്ടാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയുന്നത്. എ ക്രോസ് ബിയുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്നാണ്. എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഇതിനകത്ത് എ ബി സൈൻ തീറ്റയാണ് മാഗ്നിറ്റ്യൂഡ്, എൻ ക്യാപ്പ് സൂചിപ്പിക്കുന്നത് ഡയറക്ഷനുമാണ്. ഓക്കെ, എ ബി സൈൻ തീറ്റ മാഗ്നിറ്റ്യൂഡാണ്, എൻ ക്യാപ്പ് സൂചിപ്പിക്കുന്നതാകട്ടെ ഡയറക്ഷനുമാകുന്നു. ഓക്കെ, എന്താണ് എ ബി സൈൻ തീറ്റയിലെ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ, ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ, തീറ്റ ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ. ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എന്നാൽ എൻ ക്യാപ്പ് എന്നത് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലറാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു റൂള് പഠിക്കാം. റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ. അതായത് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണാൻ എയിൽ നിന്ന് ബിയിലേക്കായി നമ്മൾ ഇങ്ങനെ വലത് കൈയിലെ 4 വിരലുകൾ മടക്കുക. അപ്പോൾ തമ്പ് കാണിക്കുന്നതായിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ.
ഓക്കെ, അതല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് സ്ക്രൂ തിരിക്കുക, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. ആ സ്ക്രൂ പോകുന്നതായിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഈ ഡയഗ്രം നോക്കിയാൽ ചിലപ്പോൾ ഇത് ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നോക്കണം, നേരത്തെ വരച്ചതുപോലെ എ എന്ന വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു, അത് കഴിഞ്ഞ് ബി എന്ന വെക്ടർ ഈ രൂപത്തിലും വരച്ചു. അങ്ങനെയെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണാൻ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ സ്ക്രൂ തിരിക്കുക, അല്ലെങ്കിൽ വലത് കൈയിലെ 4 വിരലുകൾ ഇങ്ങനെ മടക്കുക. നോക്ക് നിങ്ങൾ, ക്ലോക്ക് വൈസ് ആയി മടക്കുമ്പോൾ ആ തമ്പിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ്. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഇതാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഈ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ നമുക്കിപ്പോൾ ഈ ബോർഡിനകത്തേക്ക് എന്നല്ലേ കിട്ടിയത്? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലറാണ്. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എ വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്, ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന മീനിങ് ആണ് നോർമൽ എന്ന വാക്കിന്. ആ നോർമലിന്റെ എൻ ആണ് എൻ ക്യാപ്പ് എന്ന് എഴുതിയത്. ക്യാപ്പ് ഇട്ട് എഴുതുന്നതൊക്കെ യൂണിറ്റ് വെക്ടർ ആണെന്ന് കേട്ടിട്ടില്ലേ? സോ എ ക്രോസ് ബിയുടെ ആൻസർ പറയണം, എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ എൻ ക്യാപ്പ്. എ ബി സൈൻ തീറ്റ മാഗ്നിറ്റ്യൂഡ്, എൻ ക്യാപ്പ് ഡയറക്ഷൻ. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിന്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. ക്രോസ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2-3 പോയിന്റുകൾ പറയാം. ഒന്ന്, എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണോ? അല്ല. എ ക്രോസ് ബിയുടെയും ബി ക്രോസ് എയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാ, പക്ഷെ ഡയറക്ഷൻ എ ക്രോസ് ബി ഉള്ളിലേക്കാണെങ്കിൽ നോക്കണം, എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ 4 വിരലുകൾ മടക്കിയാൽ തമ്പുള്ളിലേക്ക്. എന്നാൽ ബി ക്രോസ് എ ആണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് മടക്കണ്ടേ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് പുറത്തേക്കാണ്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയും ബി ക്രോസ് എയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറയാം. അതല്ലെങ്കിൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് പറയാം. ഓക്കെ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് പറയാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് പഠിച്ചു നോക്ക്. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയി പഠിക്കേണ്ടത് എ ക്രോസ് എ. എ ക്രോസ് എയുടെ ആൻസർ എന്തായിരിക്കും നോക്കട്ടെ. എ ക്രോസ് എ എന്ന് പറയുമ്പോൾ എ സൈൻ തീറ്റ എന്ന് വരും. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് എ വെക്ടർ. എ വെക്ടറിനും എ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി. അപ്പോൾ എ ഇൻറ്റു സൈൻ 0 എന്ന് വരും. സൈൻ 0 0. സോ മക്കൾ പഠിക്കുക, എ ക്രോസ് എൻ്റെ ആൻസർ എന്താണ്? 0. ഒരു 0 വെക്ടർ. ഓക്കെ, ദെൻ മൂന്നാമതായി ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, 2 വെക്ടേഴ്സ് പാരലൽ ആണ് എന്ന് കരുത്. 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ, ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ, ഈ 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഇവർക്കിടക്കുള്ള ആംഗിൾ 0 ഡിഗ്രി വരും. അപ്പൊ ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ ആൻസർ 0 ആയിരിക്കും. സോ പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0. ശ്രദ്ധിക്കുക, പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് പാരലൽ വെക്ടേഴ്സ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ 3 പ്രോപ്പർട്ടീസ് മക്കൾ ഒന്ന് വൃത്തിയായി പഠിച്ചു വെക്കുക. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ക്രോസ് എ ഈക്വൽ ടു 0. പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി പഠിച്ചു വെക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയില്ലേ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ നമുക്കൊന്ന് നോക്കാം. നോക്കണം, 1 മാർക്കിന്റെ ചോദ്യം എക്സാമിന് വരും. ഐ ക്രോസ് ഐ, അതേപോലെ ജെ ക്രോസ് ജെ, അതേപോലെ കെ ക്രോസ് കെ. ഇതെല്ലാം 0 ആയിരിക്കും. എ ക്രോസ് എ 0 എന്ന് പറഞ്ഞില്ലേ? സോ ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ എല്ലാം 0. എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിലും ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ അങ്ങനെയാണെങ്കിലും നോക്കടാ, ഈ ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ ഇതിൻ്റെയൊക്കെ ആൻസർ പഠിക്കാനായി ഒരു ഷോർട്ട് കട്ട് പറയാം. ഐ ജെ കെ എന്ന് 2 തവണ അങ്ങ് എഴുതി. എല്ലാം ക്യാപ്പ് ഉണ്ട്, ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്, ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്, ഇങ്ങനെ 2 തവണ എഴുതി. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ നമ്മൾ റൈറ്റിലേക്കാണ് വരുന്നതെങ്കിൽ 3ാമത്തെ ആളെ പോസിറ്റീവായി പറയുക, ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ 3ാമത്തെ ആളെ നെഗറ്റീവായി പറയുക. ഒന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ വിശദീകരിക്കാം. അതായത് ഐ ക്രോസ് ജെ ആണെങ്കിൽ ആൻസർ കെ, ജെ ക്രോസ് കെ ആണെങ്കിൽ ആൻസർ ഐ, കെ ക്രോസ് ഐ ആണെങ്കിൽ ആൻസർ ജെ. നോക്കണം, ഇങ്ങോട്ടാ വരുന്നതെങ്കിൽ 3ാമത്തെ ആളെ പ്ലസ് ആക്കി പറയാം. എന്നാൽ അങ്ങോട്ടാ പോണെങ്കിലോ 3ാമത്തെ ആളെ മൈനസ് ആക്കി പറയാം. കെ ക്രോസ് ജെ മൈനസ് ഐ, ജെ ക്രോസ് ഐ മൈനസ് കെ, ഐ ക്രോസ് കെ മൈനസ് ജെ. ദാറ്റ്സ് ഓൾ. സോ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ 0. ഡിഫറൻ്റ് ആയി വന്നാൽ ഈ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട്
രണ്ട് വെക്ടേഴ്സ് ഇതേപോലെ കമ്പോണന്റ് ഫോമിൽ തന്നാൽ, കമ്പോണന്റ് ഫോം അറിയാലോ, മോഷൻ ഇൻ എ പ്ലെയിനിൽ കണ്ടില്ലേ, എ വെക്ടർ ഇസ് ഈക്വൽ ടു 3i - 4j + 5k ആൻഡ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു -2i + j + 3k. ഇങ്ങനെ കമ്പോണന്റ് ഫോമിൽ തന്നിട്ട് നമ്മളോട് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെ കാണും? സെക്കൻഡ് ഇയർ മാത്സിൽ പഠിക്കുന്ന ഡിറ്റർമിനന്റ് മെത്തേഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. എങ്ങനെ ഡിറ്റർമിനന്റ് മെത്തേഡിൽ എ ക്രോസ് ബി കാണും നോക്കടാ. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, സെക്കൻഡ് ഇയർ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിറ്റർമിനന്റ് കാണാൻ പഠിക്കുന്നു. ഇങ്ങനെ രണ്ട് ലൈൻ പാരലായി വരച്ച് അതിനകത്ത് റോയും കോളവുമായി ഒന്നാമത്തെ റോയിൽ IJK എന്നങ്ങ് എഴുതി, IJK. ഓക്കെ, രണ്ടാമത്തെ റോയിൽ ഈ ഫസ്റ്റ് വെക്ടറായ എ വെക്ടറിലെ I ക്യാപ് J ക്യാപ് K ക്യാപ് അതിനിപ്പുറത്ത് എഴുതിയ ആ നമ്പർ ഇല്ലേ, ആ കമ്പോണന്റുകളുടെയൊക്കെ മാഗ്നിറ്റ്യൂഡാണത്. ആ നമ്പറുകൾ സൈനോട് കൂടി എഴുതുക. എങ്ങനെ എഴുതാ പറ? ഇതാ ഈ 3 എന്ന നമ്പർ എഴുതി, അത് കഴിഞ്ഞ് -4 എന്ന നമ്പർ എഴുതി, അത് കഴിഞ്ഞ് 5 എന്ന നമ്പർ അടുത്ത റോയിൽ എഴുതി. മൂന്നാമത്തെ റോയിലാകട്ടെ രണ്ടാമത്തെ വെക്ടറിലെ നമ്പറുകൾ പറയണം -2, അതേപോലെ 1, 3 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയ ഈ മെട്രിക്സിന്റെ ഈ റോയും കോളവുമായി എഴുതിയ ആ നമ്പറുകളുടെ ഡിറ്റർമിനന്റ് എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണുക? ഞാൻ സിമ്പിളായ ഡിറ്റർമിനന്റ് റൂൾസ് ഒന്നും പറയാതെ നമുക്കിവിടെ ഇങ്ങനെയുള്ള ഈ ഒരു രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് കാണുക മാത്രമാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. ആദ്യം നിങ്ങൾ I ക്യാപ്, ദ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് മെമ്പർ I ക്യാപ് എന്നെഴുതി, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു. ഓക്കെ, -j ക്യാപ് എന്നെഴുതി. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ടേം J ക്യാപ് എഴുതുന്ന ടേം നെഗറ്റീവായിട്ട് എഴുതുക. J ക്യാപ് എന്ന് എഴുതിയിട്ട് ആ റോയും കോളവും ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു. പിന്നെ K ക്യാപ് എന്ന് എഴുതിയിട്ട് ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു. ഇനി ആ ബ്രാക്കറ്റിനകത്ത് എഴുതേണ്ട കാര്യം പറയാം, മറക്കരുത്. J ക്യാപ്പിൽ ഉള്ള ടേം നെഗറ്റീവ് ആക്കി എഴുതണം. ഓക്കെ, ഇനി I ക്യാപ് എന്ന് എഴുതിയതിന് ശേഷം I ക്യാപ്പിന്റെ റോയും I ക്യാപ്പിന്റെ കോളവും ഒഴിവാക്കണം. നോക്കണേ, I ക്യാപ്പിന്റെ റോയും I ക്യാപ്പിന്റെ കോളവും ഒഴിവാക്കുക. അപ്പോൾ 4 നമ്പറുകൾ കിട്ടുമല്ലോ. ആ 4 നമ്പറുകൾ നമ്മൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഈ -4 × 3, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നെഴുതിയ ഫസ്റ്റ് × 4 അങ്ങനെ ചെയ്യണം. ആദ്യം -4 × 3 ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 × 5 ചെയ്യണം. സോ I ക്യാപ്പ് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് എന്താ എഴുതുന്നത് പറ? I ക്യാപ്പിന്റെ റോയും കോളും ഒഴിവാക്കുക. ബാക്കി 4 നമ്പറുകളെ ഈ രൂപത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് കാണുക. ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. നോക്കാം, I ക്യാപ്പ് കഴിഞ്ഞ് ആ റോയും കോളവും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 4 നമ്പറുകൾ ഏതൊക്കെ പറയാം? -4, 5, 1, 3 അല്ലേ? ഓക്കെ, ഞാൻ ഈ കട്ട് ചെയ്ത് കളഞ്ഞ ലൈനുകളൊക്കെ ഒന്ന് വായിക്കട്ടെ. ആദ്യം -4 × 3 ചെയ്താൽ -12. ഓക്കെ, -4 × 3 ചെയ്യുമ്പോൾ -12. അത് കഴിഞ്ഞ് മൈനസ് സൈൻ കൊടുക്കുക. എന്നിട്ട് 1 × 5, 5. ഓക്കെ, സോ -12 -5. ഇനി അതേപോലെ J ക്യാപ്പിന്റെ റോയും J ക്യാപ്പിന്റെ കോളും ഒഴിവാക്കിയാൽ ബാക്കി 3, 5, -2, 3 ഈ 4 നമ്പറുകളല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9. ഓക്കെ, മൈനസ് ദെൻ -2 × 5 -10. ഓക്കെ, 9 -10. അടുത്തത് K ക്യാപ്പിന്റെ റോയും കോളും ഒഴിവാക്കിയ ബാക്കി 4 നമ്പറുകൾ ഇവരല്ലേ? ഈ 3ഉം -4ഉം -2ഉം 1ഉം. അപ്പോൾ ആദ്യം 3ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3 മൈനസ്. ഓക്കെ, ദെൻ -2 × -4 8 +8. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പറഞ്ഞാൽ -12 -5 എന്ന് പറഞ്ഞാൽ -17 എന്നല്ലേ? സോ -17 I ക്യാപ് മൈനസ് 9 -10 9 + 10 19 J ക്യാപ്. ഓക്കെ, 3 -8 3 -8 -5. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് വരും, -5 K ക്യാപ്. ഇതാണ് A ക്രോസ് ബിന്റെ ആൻസർ. ഓക്കെ, ഡിറ്റർമിനന്റ് മെത്തേഡിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ പഠിക്കുക. സോ ഈ ചാപ്റ്ററിലെ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് മക്കൾക്ക് സെറ്റായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് എന്താ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. A ക്രോസ് ബിന്റെ ആൻസർ പഠിക്കുക. AB sin θ n ക്യാപ്. ഡയറക്ഷൻ കാണാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. A ക്രോസ് ബിയുടെ ഡയറക്ഷൻ A വെക്ടറിനും B വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, മറക്കരുത്. ഓക്കെ, പ്രോപ്പർട്ടീസ് മറക്കരുത്. A ക്രോസ് B = -B ക്രോസ് A ക്രോസ് A = 0. പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0. I ക്രോസ് I, J ക്രോസ് J, K ക്രോസ് K 0. ഡിഫറൻ്റ് ആയി വന്നാൽ ഷോർട്ട് കട്ട് IJK റൈറ്റിലേക്ക് മൂന്നാമത്തെ ആൾ പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് മൂന്നാമത്തെ ആൾ നെഗറ്റീവ്. കമ്പോണന്റ് ഫോമിൽ തന്ന് നമ്മളോട് ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് മെത്തേഡ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് അവസാനിപ്പിക്കുന്നു. നമ്മൾ നേരെ ഈ ചാപ്റ്ററിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് സെന്റർ ഓഫ് മാസ്.
എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടത്? ഒന്നാമത് ഡെഫിനിഷൻ പഠിക്കണം. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? രണ്ട്, എന്തിനാണ് ഈ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, അത് പഠിക്കണം. അത് കഴിഞ്ഞ് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടെത്താം, ഓക്കെ. പിന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്. ഇങ്ങനെ ഒരു 4 പോയിന്റ് മക്കൾ മനസ്സിലാക്കി പഠിച്ചാൽ അത്രയേ ഉള്ളൂ സെൻറ്റർ ഓഫ് മാസ് എന്ന ടോപ്പിക്ക് ഈ എക്സാമിന്. ഓക്കെ, ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സെൻറ്റർ ഓഫ് മാസ്? ഒരു ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതായി കരുതാവുന്ന പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. Okay, it is the point at which total mass of a body is considered to be concentrated. Definition പഠിക്കുക. ഇപ്പോൾ ഈ മാർക്കറിനെ, ഈ പെന്നിനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിൻ്റെ മുഴുവൻ മാസും ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്ന് പറയുന്നത്. അങ്ങനെ ഏതൊരു ബോഡിക്കും അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടാവും. എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തായി കരുതാവുന്ന സെൻറ്റർ, അതാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി എന്തിനാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പോയിന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതായത് കോംപ്ലിക്കേറ്റഡ് മോഷനുകളിൽ, ഇപ്പോൾ ഈ മാർക്കർ, ഈ പെന്ന് നോക്ക്, ഈ പെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രാൻസ്ലേഷൻ അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് റൊട്ടേഷൻ. എന്നാൽ ട്രാൻസ്ലേഷനോടൊപ്പം റൊട്ടേഷനും കൂടി സംഭവിച്ചാലോ, അതായത് റോളിംഗ് മോഷൻ പോലെ, അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് മോഷനുകളിൽ ബോഡിക്കകത്തെ പല പാർട്ടിക്കിളുകൾ പല രീതിയിൽ സഞ്ചരിക്കുക. അപ്പോൾ ആ ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ബോഡിയുടെ വെലോസിറ്റി ഏത് എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയും? ബോഡിയിലെ പല പാർട്ടിക്കിളുകൾക്ക് പല വെലോസിറ്റികളാണ്. അപ്പോൾ ബോഡിയുടെ വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി, ബോഡിയുടെ ആക്സലറേഷൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ, ബോഡിയുടെ മൊമെൻറ്റം സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം, ഇതിനാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്തിനാണെന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേറ്റഡ് മോഷനിൽ ബോഡിയുടെ കാര്യം പറയാൻ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റിൻ്റെ പ്രത്യേകതകളാണ് പരിഗണിക്കുക. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഈസ് കൺസിഡർഡ് ആസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ റിജിഡ് ബോഡി ഇൻ കോംപ്ലിക്കേറ്റഡ് മോഷൻ. നോക്കണം, ഈ ബോട്ടിൽ ഞാനിതാ ഇങ്ങനെ കറക്കി എറിയാണ്. ബോട്ടിൽ ഇങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ കറങ്ങിയാ പോവുക. ആ ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ് ഇതാ. സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റ് മാത്രം നോക്കുക. ആ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പോയിന്റ് ഒരു പാരാബോളിക് പാത്തിലാണ് പോവുക. കണ്ടോ, നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചില്ലേ? എന്നാൽ ബോട്ടിലിനകത്തെ പല പാർട്ടിക്കിളുകൾ പല രീതിയിലാണ് പോവുക. പക്ഷെ സെൻറ്റർ ഓഫ് മാസ് അതൊരു പാരാബോളിക് പാത്തിലാണ് പോവുക. ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് മോഷനിൽ ബോഡിയുടെ കാര്യം പറയാൻ ആരെ ഏൽപ്പിക്കും നമ്മൾ, ആരെ പരിഗണിക്കും നമ്മൾ? സെൻറ്റർ ഓഫ് മാസ്. ഇനി സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടെത്തുക? ഇതാണ് എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഭാഗം. സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്താനായി സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് കാണാൻ ഫോർമുല. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ്, ആദ്യം ജസ്റ്റ് ഫോർമുല നോക്ക്, എന്നിട്ട് കാര്യം പറയാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് XCM എന്താ ഫോർമുല പറ? m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്ര mn xn ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn. ഒന്നും മനസ്സിലായില്ല? ഓക്കെ, നോക്കടാ, ഇത് ഈ ഭാഗത്തേക്ക് നോക്കാം. ഞാൻ 2 പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റം എടുത്തിരിക്കുകയാണ്. 2 പാർട്ടിക്കിളുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദാഹരണം HCl മോളിക്യൂൾ, ഹൈഡ്രജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, 2 പാർട്ടിക്കിൾ, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, കാർബണും ഓക്സിജനും, ഇങ്ങനെ 2 പാർട്ടിക്കിൾ മാത്രമുള്ള ഒരു സംവിധാനം കൺസിഡർ ചെയ്യുക. ഇത് ഒന്നാമത്തെ പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിളിൻ്റെ മാസ് m1, ഈ പാർട്ടിക്കിളിൻ്റെ മാസ് m2. ഓക്കെ, 2 പാർട്ടിക്കിൾ ഉള്ളുവെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ആ 2 ആളുടെയും ഇടക്കായിട്ടാണ് വരിക. 2 പേർക്കും മാസ് സെയിം ആണെന്ന് കരുതുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൃത്യം നടുക്കായിരിക്കും. എന്നാൽ മാസ് ഡിഫറൻ്റ് ആണെങ്കിലോ, ഒരാൾ മാസ് കുറഞ്ഞ ആൾ, മറ്റൊരാൾ മാസ് കൂടിയ ആൾ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൂടിയ ആളുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പൊസിഷൻ കോർഡിനേറ്റ്സ് കാണുന്നു. അതായത് ഈ m1 ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് x1, y കോർഡിനേറ്റ് y1, രണ്ടാമത്തവൻ്റെ എക്സ് കോർഡിനേറ്റ് x2, y കോർഡിനേറ്റ് y2, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് XCM, y കോർഡിനേറ്റ് YCM. എങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടെത്തുന്നത്? XCM is equal to m1 x1, m1 ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ്, x1 ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ്, m2 x2 സെയിം മീനിങ്. ഓക്കെ, എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അത്രയും ടേംസ് വരും. 2 പാർട്ടിക്കിൾ ഉള്ളെങ്കിൽ 2 ടേം, താഴെ 2 ടേം, 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 3 ടേം മേലെ താഴെ വരും. അതേപോലെ YCM, m1 y1 എന്നാണിത്, m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സെട്ര. ഇനി 3 ഡയമെൻഷൻ ആണെങ്കിൽ z കോർഡിനേറ്റും കണ്ടെത്താൻ m1 z1 പ്ലസ് m2 z2, ഇതേപോലെ നമുക്ക് z കോർഡിനേറ്റും കണ്ടെത്താം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെ വരും? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇത് എക്സാമിന് വന്ന ഒരൊറ്റ പ്രോബ്ലം എന്താ നോക്കണം? ഇൻ HCl മോളിക്യൂൾ ദ ന്യൂക്ലിയൈ ആർ സെപ്പറേറ്റഡ് ബൈ 1.27 ആങ്സ്ട്രോം. Mass of hydrogen atom is 1 AMU and that of chlorine atom is 35.5 AMU. Find the position of center of mass.
HCl മോളിക്യൂളിനകത്ത് ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ആ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും മാസ് തന്നിട്ടുണ്ട്, ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നു. ഡിസ്റ്റൻസ് എത്രടാ? 1.27 ആങ്സ്ട്രോം. ഹൈഡ്രജൻ്റെ മാസ് 1 AMU, ക്ലോറിൻ്റെ മാസ് 35.5 AMU. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കണം. ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന പാർട്ടിക്കിളുകളുടെയൊക്കെ കോർഡിനേറ്റ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിൽ ഹൈഡ്രജൻ്റെ പൊസിഷൻ ഞാൻ ഒറിജിനാക്കി സങ്കല്പിച്ചു. ഇത് ഹൈഡ്രജൻ. അപ്പോൾ ക്ലോറിൻ നമുക്ക് ദാ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇത് ക്ലോറിൻ. ഓക്കെ, ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര പറ? 1.27 ആങ്സ്ട്രോം. ഇനി ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഹൈഡ്രജൻ്റെ കോർഡിനേറ്റ്സ് 0,0 അല്ലേ? ക്ലോറിൻ്റെ കോർഡിനേറ്റ്സോ? ക്ലോറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഈ ദൂരം 1.27. ഓക്കെ, വൈ കോർഡിനേറ്റ് 0. അങ്ങനെയെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എങ്ങനെ കണ്ടെത്താം? ഫോർമുല പറ. എന്താണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുല പറ? m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ ആവട്ടെ, അല്ലെങ്കിൽ ക്ലോറിനും ആവാം, ഏതും ആവാം. മാസ് ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ മാസ് 1 AMU, 1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ എക്സ് കോർഡിനേറ്റ് 0, 1 ഇൻറ്റു 0 പ്ലസ് ദെൻ m2 എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ മാസാണ്. ക്ലോറിൻ്റെ മാസ് 35.5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തോന്നുന്നു. ഓക്കെ, ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ എക്സ് കോർഡിനേറ്റ് 1.27. തൽക്കാലം ആങ്സ്ട്രോം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമ്മൾ എഴുതേണ്ടതില്ല. അവസാന ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആങ്സ്ട്രോം ചേർത്ത് ചെയ്ത് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, 1 പ്ലസ് 35.5. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1.24 ആങ്സ്ട്രോന്നോ മറ്റോ കിട്ടും. ഒന്ന് ചെക്ക് ചെയ്യണേ, ഞാൻ കറക്റ്റായിട്ട് എഴുതിയല്ല, ഏകദേശ വാല്യൂ 1.24 എന്നോ മറ്റോ കിട്ടും. ആങ്സ്ട്രോം നമുക്ക് വേണമെങ്കിൽ അവസാനം എഴുതിയാൽ മതി. ആങ്സ്ട്രോം അവസാനം എഴുതാം 1.24 എന്ന് കിട്ടും. എന്നാൽ YCM കാണുമ്പോൾ വളരെ രസമാണ്. YCM കാണേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? സെൻറ്റർ ഓഫ് മാസ് ഈ രണ്ടാളുടെ ഇടക്ക വരിക, അപ്പോൾ അത് എക്സ് ആക്സിസിൽ തന്നെ വരും. എക്സ് ആക്സിസിലുള്ള ആളുടെ വൈ കോർഡിനേറ്റ് 0 അല്ലേ? എന്നാലും വേണ്ട, ചെയ്ത് നോക്കാം. m1 y1 പ്ലസ് m2 y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ y1 എന്ന് പറയുന്നത് 0 ആണ്, y2 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ വരുമ്പോൾ y കോർഡിനേറ്റ് എന്താ വരിക? 0. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എവിടെയെന്ന് മനസ്സിലായി. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് 1.24, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ക്ലോറിൻ്റെ തൊട്ടടുത്താണ് എന്ന് മനസ്സിലായി. ഒറിജിനിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം എത്രയാണ് പറ? 1.24. അവിടെ നമുക്ക് ആങ്സ്ട്രോം ചേർത്ത് എഴുതാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് സെൻറ്റർ ഓഫ് മാസ് ഈസ് ലൊക്കേറ്റഡ് പറ 1.24 ആങ്സ്ട്രോം ഫ്രം ഹൈഡ്രജൻ ആറ്റം എന്നെഴുതാം. അവിടെ നമുക്ക് ആങ്സ്ട്രോം എന്നത് ചേർത്ത് എഴുതാം. ഓക്കെ, സോ ഈ രീതിയിൽ 2 പാർട്ടിക്കിളോ 3 പാർട്ടിക്കിളോ 4 പാർട്ടിക്കിളോ ഒക്കെ ഉള്ള സിസ്റ്റം ക്വസ്റ്റ്യനിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഒറിജിനാക്കി കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ട് തന്നിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ബാക്കി പാർട്ടിക്കിളുകളുടെ ഒക്കെ കോർഡിനേറ്റ്സ് എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് XCMഉം YCMഉം കണ്ടെത്തുക. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലമാണ് സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട എക്സാമിന് വരാറുള്ളത്. ദെൻ സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി പഠിക്കേണ്ടത് നോക്കടാ. ഇവിടെ ഞാൻ ഒരു ഷെല്ല് എന്ന് അല്ലെങ്കിൽ ഒരു പടക്കം, ഒരു ഫയർ ക്രാക്കർ, പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടക വസ്തു, ഒരു ഷെല്ല് നമ്മൾ വായുവിലേക്ക് എറിഞ്ഞു എന്ന് കരുതും. വായുവിൽ വെച്ച് ആ ഷെല്ല് പൊട്ടിത്തെറിച്ച് പല കഷ്ണങ്ങളായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ആ പല കഷ്ണങ്ങളായി മാറുന്ന സമയത്ത് നോക്കടാ, ഒരു ബോഡിയെ നമ്മൾ വായുവിലേക്ക് എടുത്തെറിഞ്ഞാൽ പിന്നെ അത് ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മാത്രമാണ് ചലിക്കുന്നതെങ്കിൽ അത് പ്രൊജക്ടൈലാണ്, പാരാബോളിക് പാത്തിലാണ് പോവുക എന്നല്ലേ പഠിച്ചത്. പക്ഷേ ഈ ഷെല്ല് പൊട്ടിത്തെറിച്ച് പല കഷ്ണങ്ങളായി പല ഭാഗത്തേക്കായി ചിന്നിച്ചിതറി പോവുകയാണ്. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഷെല്ല് പൊട്ടിത്തെറിക്കാനുള്ള ഈ എക്സ്പ്ലോഷന് കാരണം ഇന്റേണലായി നടന്ന ഫോഴ്സാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. ആ ഷെല്ലിനകത്ത് നടക്കുന്ന ഫോഴ്സാണ് പൊട്ടിത്തെറിക്ക് കാരണം. ഇന്റേണൽ ഫോഴ്സ് കാരണം സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ ഒരു ചേഞ്ചും വരില്ല എന്നാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് ചേഞ്ച് വരും. സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ മാറണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അതായത് ഈ ഷെല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക,
നോക്കടാ, ഈ നമ്മുടെ ഷെല്ല് എയറിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ വന്നു. സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റും ഇതാ ഇങ്ങനെ വരികയാണ്. ഇനി പൊട്ടിത്തെറിച്ച് 2 കഷ്ണങ്ങളായി പോയപ്പോൾ ഒരു കഷ്ണം ഇതാ ഇങ്ങനെ പോയി, മറ്റൊരു പീസ് ഇതാ ഇങ്ങനെ പോയി. പക്ഷെ ആ 2 കഷ്ണങ്ങളുടെയും സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ 2 കഷ്ണം ഇവിടെ എത്തും, അപ്പോഴും സെൻറ്റർ ഓഫ് മാസ് ഇതാ. സെൻറ്റർ ഓഫ് മാസ് ആ പഴയ പാരാബോളിക് പാത്തിൽ തന്നെ പോയി. സെൻറ്റർ ഓഫ് മാസിന്റെ മോഷന് പൊട്ടിത്തെറിക്ക് ശേഷം ഒരു മാറ്റമില്ല. എന്തുകൊണ്ട്? സെൻറ്റർ ഓഫ് മാസിന്റെ മോഷന് ചേഞ്ച് വരണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഏത് പോരാ? ഇന്റേണൽ ഫോഴ്സ് പോരാ. ഈ എക്സ്പ്ലോഷന് കാരണം ഏത് ഫോഴ്സ് ആണ്? ഇന്റേണൽ ഫോഴ്സ് ആണ്. സോ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റേണൽ ഫോഴ്സ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റേണൽ ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ ഇൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് മക്കൾ ഇത്ര കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് പറഞ്ഞു, അതേപോലെ സെന്റർ ഓഫ് മാസ് എന്നുള്ള ടോപ്പിക്കും കഴിഞ്ഞു. ഈ 2 ടോപ്പിക്കിൽ നിന്നും കാര്യമായ ക്വസ്റ്റ്യൻസ് നമുക്ക് പബ്ലിക് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ കഴിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ, ഏറ്റവും അധികം ചോദ്യങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗത്ത് നിന്നാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ ഇനി കിടക്കുകയാണ്. ഏതാ ടോപ്പിക്കാണ്? റൊട്ടേഷണൽ മോഷൻ. സോ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ഈ ടോപ്പിക്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പൊ നോക്കണ, ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു, നിന്ന നിൽപ്പിൽ അത് കറങ്ങുകയാണ്. അപ്പോൾ ആ ബോഡിക്കകത്തെ പാർട്ടിക്കിൾസ് നോക്കിയാൽ, ഇതപ്പോൾ ഈ ബോഡിക്കകത്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ എടുത്താൽ ആ പാർട്ടിക്കിളും സർക്കുലർ പാത്തിൽ കറങ്ങും, ഇവിടെയുള്ള പാർട്ടിക്കിളും സർക്കുലർ പാത്തിൽ കറങ്ങും. എല്ലാവരും കറങ്ങുന്ന സർക്കിളുകളുടെ സെൻറ്റർ നോക്കിയാൽ ഒരേ ലൈനിൽ വരും. ആ ലൈനാണ് ഈ വരച്ചിട്ടത്. ഈ ലൈനിനെ നമ്മൾ വിളിക്കും ഈ റൊട്ടേഷൻ്റെ ആക്സിസ് എന്ന്. ദിസ് ഈസ് നോൺ ആസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഈ ബോഡിക്കകത്തെ പാർട്ടിക്കിളുകൾ കറങ്ങുന്ന ആംഗിൾ, ഒരു സമയത്ത് ഈ പാർട്ടിക്കിൾ ഇവിടെ, അല്പസമയം കഴിയുമ്പോൾ ഇവിടെ. ഇപ്പോൾ പാർട്ടിക്കിൾ കറങ്ങിയ ആംഗിളിനെ നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, മോഷന്റെ പ്ലെയിനിൽ കേട്ടിട്ടുണ്ടാവും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഓക്കെ, ദെൻ ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നോക്കണം, തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. മോഷന്റെ പ്ലെയിനിലെ സർക്കുലർ മോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയെ നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയും. ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടിയെ നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് എഴുതും. ഈ ടേംസ് ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ദെൻ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്, നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. എന്താ പഠിച്ചതാ? V is equal to R into omega എന്നല്ലേ? ആ ഇക്വേഷനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആയി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് വൃത്തിയായി നോക്കുക. റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് ഒമേഗ മക്കൾ പഠിക്കുക. V വെക്ടർ ഈസ് ഈക്വൽ ടു ഒമേഗ വെക്ടർ ക്രോസ് R വെക്ടർ എന്ന് എഴുതണം. R ക്രോസ് ഒമേഗ എന്ന് എഴുതരുത്, അത് തെറ്റിപ്പോകും. A ക്രോസ് B ഇസ് നോട്ട് ഈക്വൽ ടു B ക്രോസ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ V വെക്ടറും ഒമേഗ വെക്ടറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാം? V വെക്ടർ ഈസ് ഈക്വൽ ടു ഒമേഗ വെക്ടർ ക്രോസ് R വെക്ടർ. ഓക്കെ, ദെൻ ഈ ഭാഗത്ത് നിർബന്ധമായി നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പം നോക്കടാ, ഈ ക്ലോക്കിനകത്തെ ഒരു സൂചി, ആ സൂചി ഇപ്പോൾ 12-ലാണ് ഉള്ളത്. 12-ൽ നിന്ന് ആ സൂചി 3-ലേക്ക് എത്തി എന്ന് വിചാരിക്കും. ആ സൂചിക്കകത്തെ 3 പാർട്ടിക്കിളുകൾ ഞാനിതാ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി. ഈ പാർട്ടിക്കിൾ കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചു, ഇവനാകട്ടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. പക്ഷെ എല്ലാ പാർട്ടിക്കിളുകളും 90 ഡിഗ്രിയല്ലേ കറങ്ങിയത്? എല്ലാവരും 12-ന് 3-ലേക്ക് എത്താൻ ഒരേ സമയമല്ലേ എടുത്തത്? എല്ലാവരും കറങ്ങിയ ആംഗിൾ ഒരേപോലെ, എല്ലാവരും 12-ന് 3-ലേക്ക് എത്താൻ എടുത്ത സമയവും ഒരുപോലെ. അപ്പോൾ എല്ലാ പാർട്ടിക്കിളുകളുടെയും ഒമേഗ സെയിം ആയിരിക്കും. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിക്കകത്തെ എല്ലാ പാർട്ടിക്കിളുകളുടെയും ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും. എന്നാൽ ലീനിയർ വെലോസിറ്റി അങ്ങനെയല്ല. ലീനിയർ വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. നോക്കണം, ഇവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു 3-ലേക്ക് എത്താൻ. ഓക്കെ, അതേ സമയം കൊണ്ട് ഇവൻ കുറച്ചു ദൂരെ സഞ്ചരിച്ചുള്ളൂ. അപ്പോൾ ചില ആളുകൾ കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നു, ചില ആളുകൾ അതേ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ ആ കൂടുതൽ ദൂരം സഞ്ചരിച്ച ആൾക്ക് ലീനിയർ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിളുകളുടെയും ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ V കോൺസ്റ്റന്റ് ആണോ? അല്ല, V ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് നന്നായി ശ്രദ്ധിക്കണം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇഫ് എ ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ഒമേഗ ഈസ് സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ് ബട്ട് V വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളാണ്
ടോർക്ക് ആംഗുലർ മൊമെന്റ്. ഓക്കെ, എന്താണ് ടോർക്ക്? ടോർക്കിനെ നമ്മൾ ഗ്രീക്ക് ലെറ്ററായ ടോ എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ നോക്കണം, ഇയാൾ ഡോറ് തുറക്കാൻ വേണ്ടി ഡോറിൽ ഫോഴ്സ് കൊടുക്കല്ലേ, ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ സമയത്ത് ആ ഡോറ് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനോ? റൊട്ടേറ്റ് ചെയ്യേ. ഓക്കെ, അപ്പോൾ ഡോറ് തുറക്കാൻ വേണ്ടി ഫോഴ്സ് കൊടുക്കുന്നു, ഡോർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫോഴ്സ് കാരണം ടേണിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നു. ദിസ് ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക്. ടോർക്ക് ഈസ് ദി ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്. ടോർക്കിന്റെ ഫോർമുല ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ. ക്രോസ് പ്രൊഡക്റ്റ് ഉള്ള മൂന്നാമത്തെ ഫോർമുല, ക്രോസ് പ്രൊഡക്റ്റ് ഉള്ള രണ്ടാമത്തെ ഫോർമുല പഠിക്കുന്നത് പറ. ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. മറക്കരുത്, ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ എ ക്രോസ് ബി, എ ബി സൈൻ തീറ്റ എന്നല്ലേ. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ എഫ് സൈൻ തീറ്റ എന്നാണ് ടോർക്കിന്റെ ഫോർമുല. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്ന് ഫോഴ്സിലേക്കുള്ള ദൂരം. നോക്കടാ, ഈ ഡോറാണ് ഇയാൾ തള്ളി തുറക്കുന്നത്. ഡോറ് കറങ്ങുന്ന ആ റൊട്ടേഷന്റെ ആക്സിസ് ഇതല്ലേ? ആ ഡോറ് ആ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത ഭാഗത്തല്ലേ ആക്സിസ് വരെ. ഇയാൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് ഇതാ. അപ്പൊ ആക്സിസിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരം അതാണ് ആർ. ഓക്കെ, ആർ വെക്റ്റർ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഇയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ആറും എഫും തമ്മിലെ ആംഗിൾ ആണ് തീറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർ ക്രോസ് എഫ് മറക്കരുത്, ആർ എഫ് സൈൻ തീറ്റ. ടോർക്കിന്റെ യൂണിറ്റ് എന്താണ് വരിക? ടോർക്കിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ടോർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല തെറ്റാതെ പഠിച്ചു വെക്കണം. ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സിന്റെ ഡയമെൻഷൻ ml(T⁻²) ആണ്. പിന്നെ ആർ എന്നതിന്റെ ഡയമെൻഷൻ എൽ. സൈൻ തീറ്റക്കൊന്നും ഡയമെൻഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ടോർക്കിന്റെ ഡയമെൻഷൻ ml²T⁻². ഇത് വർക്കിന്റെയും എനർജിയുടെയും അതേ ഡയമെൻഷൻ. സോ വർക്ക്, എനർജി, ടോർക്ക് എല്ലാ ക്വാണ്ടിറ്റികൾക്കും സെയിം യൂണിറ്റ്, സെയിം ഡയമെൻഷൻ. ഓക്കെ, ദെൻ ടോർക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ടോർക്കിന് പറയുന്ന മറ്റൊരു പേര്, ടോർക്ക് ഈസ് ആൾസോ നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ടോർക്ക് ഈസ് ആൾസോ നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്വാണ്ടിറ്റിയെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൊമെന്റ് ഓഫ് എന്ന പ്രയോഗം കൊണ്ടുവരും റൊട്ടേഷണൽ ഡൈനാമിക്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർ ക്രോസ് എഫിന് നമ്മൾ എന്ത് പറയും? മൊമെന്റ് ഓഫ് ഫോഴ്സ്. ടോർക്ക് ഈസ് ആൾസോ നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു ആര്? ടോർക്ക്. മനസ്സിലാക്കണം. ദെൻ ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പല ചാപ്റ്ററുകളിലും പഠിച്ച മോഷൻ ട്രാൻസ്ലേഷൻ ആണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഷൻ ഏതാ പറ? റൊട്ടേഷൻ ആണ്. നോക്കണം, ട്രാൻസ്ലേഷണൽ മോഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോലെയാണ് റൊട്ടേഷണൽ മോഷനിലെ ഏത് ക്വാണ്ടിറ്റി? ടോർക്ക്. സോ ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗസ് ഇക്വലന്റ്. ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ടോർക്ക് എന്നുള്ള ടേമുമായി ബന്ധപ്പെട്ട് മക്കൾ ഓർത്തു വെക്കും. ഇനി ഇവിടുന്ന് എക്സാമിന് ചോദിക്കുന്ന അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എന്താ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ? ഡോറുകളുടെ ഹാൻഡിലൊക്കെ എന്തിനാണ് ഒരു അറ്റത്ത് വെക്കുന്നത്? നോക്കണം, ഡോറിന്റെ ഹാൻഡിൽ, ഈ ഡോറിന്റെ ഹാൻഡിൽ കണ്ട നിങ്ങൾ, അത് ഈ ഡോറിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് അകലെ വെക്കുന്നത് എന്തിനാണ്? ഹാൻഡിൽ ഇൻ എ ഡോർ ഈസ് ആൾവേസ് പ്ലേസ്ഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ഡോർ. വൈ? എന്തിനാണത്? ഇങ്ങനെ ഇതാണ് ഈ ഡോർ കറങ്ങുന്ന ആക്സിസ് എന്ന് നിങ്ങൾക്കറിയാം. ആക്സിസിൽ നിന്നുള്ള ദൂരം പരമാവധി കൂട്ടിയാൽ, നമ്മളിപ്പോൾ ഫോഴ്സ് ആ ഹാൻഡിലല്ലേ കൊടുക്കും, അപ്പോൾ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടും. ആർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ടോർക്ക് അഥവാ ടേണിംഗ് ഇഫക്റ്റ് കൂടും. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ടേണിംഗ് ഇഫക്റ്റ് കൂട്ടാൻ കുറഞ്ഞ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഡോർ എളുപ്പത്തിൽ തുറക്കാൻ ആർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുക. ആറ് കൂട്ടിയാൽ ടോർക്ക് കൂടും, ടേണിംഗ് ഇഫക്റ്റ് കൂടും. സിമ്പിളായിട്ട് ആൻസർ ചെയ്ത് ആർ ഇൻക്രീസസ്, അല്ലെങ്കിൽ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുന്നു, അപ്പോൾ ടോർക്ക് കൂടുന്നു. സിമ്പിൾ. അതേപോലെ രസകരമായ ഒരു കൊല്ലത്തെ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഇയാൾ നോക്കുക, ഒരു ലാഡറിൽ, ഒരു വെർട്ടിക്കലായി വെച്ച ലാഡറിൽ ഒരു മനുഷ്യൻ ചവിട്ടി കയറുക. അങ്ങനെ ചവിട്ടി കയറുമ്പോൾ 1-2 സ്റ്റെപ്പ് വെക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കുറവാണ്. കുറച്ചങ്ങ് മുകളിലേക്ക് എത്തുമ്പോഴാണ് ബാക്ക്വേർഡായി വീഴാനുള്ള സാധ്യത കൂടുതൽ. എന്തുകൊണ്ട്? ഇതിന്റെ ആൻസറും അതന്നെ. ഈ ലാഡർ ബാക്ക്വേർഡായി വീഴുക എന്ന് പറഞ്ഞാൽ അത് റൊട്ടേഷണൽ മോഷനാണ്. ഇയാളുടെ വെയിറ്റ് കാരണമല്ലേ ഇത് താഴോട്ട് വീണത്. അപ്പോൾ അങ്ങനെ വീണ സമയത്ത് ഓക്കെ, ആക്സിസ് ഈ ഗ്രൗണ്ടിലൂടെ പോകും. ആ റൊട്ടേഷന്റെ ആക്സിസ് ഗ്രൗണ്ടിലൂടെ പോകും. അപ്പോൾ ആക്സിസിൽ നിന്ന് ഇയാളുടെ വെയിറ്റ് ഉണ്ടാകുന്ന പോയിന്റിലേക്കുള്ള ദൂരം
ആ ദൂരം കൂടുതലാണ്. 6 കൂടുന്നു, അവിടെ ടോർക്ക് കൂടുന്നു. 6 കൂടുമ്പോൾ ടേണിംഗ് ഇഫക്റ്റ് കൂടുന്നത് കൊണ്ടാണ് കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതൽ. നോക്കണം, ദ പോസിബിലിറ്റി ഓഫ് falling backward with the ladder is more when you are high up on the ladder than when you just begin to climb. Explain why. ഒന്നുമില്ല, 6 കൂടുന്നു, ആക്സിസിനുള്ള ദൂരം കൂടുമ്പോൾ ടോർക്ക് കൂടുന്നു എന്ന് പറയാം. ഓക്കെ, then coming to the next term, ഏതാ പറയാ? ടോർക്ക് കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തെ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്? എൽ, സ്മോൾ ലെറ്റർ എൽ ഓർ ക്യാപിറ്റൽ എൽ. എന്താണ് ആംഗുലർ മൊമെന്റം? ഒന്നുമില്ല, നമുക്ക് മൊമെന്റം എന്താണെന്ന് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മൂവ് ചെയ്യുന്ന ബോഡിക്ക് മറ്റൊരു ബോഡിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള കഴിവാണ് മൊമെന്റം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് മറ്റു ബോഡികളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതാണ് ആംഗുലർ മൊമെന്റം. എബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു മേക്ക് ആൻ ഇമ്പാക്ട് ഓൺ അതർ ബോഡി എന്ന് പറയാം. ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല മക്കൾ പഠിച്ചു നോക്കുക. എൽ വെക്ടർ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ്. സോറി, ആർ ക്രോസ് പി എന്നാണ്. ആർ ക്രോസ് എഫ് ടോർക്കാണ്, ആംഗുലർ മൊമെന്റം ആർ ക്രോസ് പി എന്നാണ്. മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എൽ ഈസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. എന്താണ് ആർ? ആർ ഒന്നുമില്ല, ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ, ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, അങ്ങനെയൊക്കെ പറയാം. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം പി ഇസ് ഈക്വൽ ടു എം വി, ലോസ് ഓഫ് മോഷനിലൊക്കെ കണ്ടില്ലേ? ഓക്കെ, അതാണ് പി, ലീനിയർ മൊമെന്റം. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് പി. ഒരു ബോഡി ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത്, ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ് വരിക. ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ തീറ്റ വിൽ ബി 90. അങ്ങനെ തീറ്റ 90 ആകുമ്പോൾ സൈൻ 91 ആകുമ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഇൻറ്റു പി ആയിരിക്കും. ആർ ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു എം വി ആയിരിക്കും. സോ പ്രോബ്ലം ചെയ്യാനൊക്കെ വേണ്ടി ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല ആർ ഇൻറ്റു എം വി, ആർ എം വി അല്ലെങ്കിൽ എം വി ആർ. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ്. എന്താ യൂണിറ്റ് വരിക? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. അങ്ങനെ വരുന്ന സമയത്ത് 2 മീറ്റർ വരുമ്പോൾ നമുക്കതിനെ മീറ്റർ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഡയമെൻഷണൽ ഫോർമുല മാസ്, അതേപോലെ ഡിസ്റ്റൻസ് എൽ സ്ക്വയർ ടൈം ടി റൈസ് ടു -1. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പഠിച്ചു വെക്കുക. Then angular momentum വിളിക്കുന്ന പേര്. Torque is also known as moment of force. Angular momentum is also known as moment of momentum. Moment of linear momentum അല്ലെങ്കിൽ moment of momentum. R cross P. Then translational motionലെ momentum, linear momentum. Rotational motionലെ momentum, angular momentum. So angular momentum is the rotational analog of linear momentum. Torque is the rotational analog of force. Angular momentum is the rotational analog of linear momentum. So rotational motionുമായി ബന്ധപ്പെട്ട 6 ടേമുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആക്സിസ് എന്താ മനസ്സിലാക്കി? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, ദെൻ അത് കഴിഞ്ഞ് ടോർക്ക്, ആംഗുലർ മൊമെന്റം. വളരെ പ്രധാനപ്പെട്ട 2 ടേമുകൾ ഏതൊക്കെയാണ്? ടോർക്കും ആംഗുലർ മൊമെന്റവും പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ ടോർക്കും ആംഗുലർ മൊമെന്റവും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഒരേ ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ, വേറെ ഡെറിവേഷൻസ് ഒന്നും കാര്യമായി ഈ ചാപ്റ്ററിൽ ഇല്ല. ഇതാകട്ടെ ആവർത്തിച്ച് എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പഠിക്കാം? സിമ്പിളായി പഠിക്കാം. ടോ ഈസ് ഈക്വൽ ടു, ടോ വെക്ടർ ഈസ് ഈക്വൽ ടു dl/dt. ടോ വെക്ടർ ഈസ് ഈക്വൽ ടു dl/dt. ഇതാ റിലേഷൻ. എങ്ങനെ സെന്റൻസ് ആയി പറയാം? ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ടോർക്ക് ഈസ് ഈക്വൽ ടു, സെന്റൻസ് ആയി പറയുകയാണെങ്കിൽ, വേർഡ്സിൽ പറയുകയാണെങ്കിൽ പറ, ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഈ റിലേഷൻ വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ ഇതിന്റെ പ്രൂഫ് പഠിക്കണം. ഇതേപോലെ ഒരു റിലേഷൻ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓർക്കുന്നുണ്ടോ? എന്താ സെക്കൻഡ് ലോ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. ഇത് ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. എങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് നോക്കണം. എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ആംഗുലാർ മൊമെന്റത്തിന് വേണ്ടി പഠിച്ച ഫോർമുല എങ്ങനെ എഴുതുക? എന്തായിരുന്നു ആംഗുലാർ മൊമെന്റം? പറ. ആംഗുലാർ മൊമെന്റം എൽ വെക്ടർ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നല്ലേ? ഇനി 2 സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവ് കാണുക. എങ്ങനെ? dl/dt ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇതൊരു പ്രൊഡക്റ്റാ. മാത്സിൽ പഠിച്ചില്ലേ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ. എങ്ങനെ പറ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്
second into derivative of first. Second into derivative of first. First into derivative of second plus second into derivative of first. അങ്ങനെയെങ്കിൽ അടുത്തത് ആരാ dp/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ്. സോ r ക്രോസ് f എന്നായില്ലേ ഇത്. dp/dt എന്ന് പറയുമ്പോൾ ഫോഴ്സ് r ക്രോസ് f. ഇതോ p ക്രോസ് dr/dt എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിക്കുന്നുണ്ട് വെലോസിറ്റിയാണ്. ഓക്കെ, ഈ ശ്രദ്ധിക്കുക, r ക്രോസ് f എന്ന് പറഞ്ഞാൽ ടോർക്കാണ്, നേരത്തെ പഠിച്ചു. ഓക്കെ, p ക്രോസ് വിന്റെ ആൻസർ ആകട്ടെ 0 ആണ്. p ക്രോസ് v 0 ആണ്. അപ്പോൾ ടോ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്നായി കഴിഞ്ഞു. dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കും. p ക്രോസ് v എങ്ങനെയാണ് 0 ആയത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ p ക്രോസ് v, p എന്ന് പറഞ്ഞാൽ മൊമെന്റം mv ആണ്. mv ക്രോസ് v എന്നാണ്. നേരത്തെ ഞാൻ a ക്രോസ് a 0 ആണെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പഠിച്ചില്ലേ. സോ v ക്രോസ് v എന്താണ് 0. സോ സിമ്പിളായി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആവർത്തിച്ച് എക്സാമിന് ചോദിച്ച ഡെറിവേഷൻ, ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ സിമ്പിളായി ഡിറൈവ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി വളരെ ചെറിയ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന് ചോദിക്കുന്ന ചില ചെറിയ പോയിന്റുകൾ പഠിച്ചു വെക്കുക. അതായത് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡിക്ക് 2 തരം ഇക്വിലിബ്രിയങ്ങൾ ഉണ്ടാവും. ഒന്ന് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, 2 റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, എപ്പോഴാണ് ഒരു റിജിഡ് ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം? ആ ബോഡിയിൽ കുറേ ഫോഴ്സുകൾ ഉണ്ടെന്ന് കരുതുക. ടോട്ടൽ ഫോഴ്സ് 0, നെറ്റ് ഫോഴ്സ് 0. അതിനെ ടോട്ടൽ എന്നതിനെ സിഗ്മ എന്നൊക്കെ, സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ഫോഴ്സ് 0 ആയാൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. എന്നാൽ ടോട്ടൽ ടോർക്ക് 0 ആണെങ്കിലോ? ഓക്കെ, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ടോട്ടൽ ടോർക്കിനെ സിഗ്മ ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 ഇക്വിലിബ്രിയം ഒരു റിജിഡ് ബോഡിക്ക് ഏതൊക്കെ പറ? ഒന്ന് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, 2 റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. നെറ്റ് ഫോഴ്സ് 0, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. നെറ്റ് ടോർക്ക് 0, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ദെൻ കമ്മിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. എന്താണ് കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താണ് കപ്പിൾ? കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഫോഴ്സുകൾ. നോക്കണം, നിങ്ങൾ ഈ ബോട്ടിലിന്റെ അടപ്പ് തുറക്കുന്ന ചിത്രത്തിലേക്ക് നോക്കും. 2 വിരലുകൾ കൊണ്ട് ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് ഈ തള്ള വിരൽ കൊണ്ട് ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഈ അടുത്ത വിരൽ കൊണ്ട് ഫോഴ്സ് ഇങ്ങോട്ടല്ലേ? അപ്പോൾ ഒരേ ബോഡിയിൽ 2 ഫോഴ്സുകൾ. ആ 2 ഫോഴ്സുകൾ മുകളിൽ ചിത്രത്തിലേക്ക് നോക്ക്. ഒരേ ബോഡിയിൽ 2 ഫോഴ്സുകൾ, ഒന്ന് താഴോട്ടാണെങ്കിൽ ഒന്ന് മേലോട്ട്. ആ 2 ഫോഴ്സുകളും ഈക്വലാണ്, ഓപ്പോസിറ്റ് ആണ്, ഒരേ ബോഡിയിലാണ്, 2 ഭാഗത്താണ്. ഇങ്ങനെ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഒരേ ബോഡിയിൽ 2 ലൈനിൽ വന്നാൽ, 2 ലൈൻ എന്ന് പറയുമ്പോൾ നോക്കണം, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതാ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതാ, 2 ലൈനിൽ ഇങ്ങനെ വരുമ്പോൾ ആ ഫോഴ്സ് നമ്മൾ എന്ത് പറയും? കപ്പിൾ ഓഫ് ഫോഴ്സസ്. അപ്പോൾ കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്താണെന്നുള്ള എക്സാമിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ആ ആൻസറിൽ കാണിച്ചിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, 2 ഫോഴ്സുകൾ. ആ 2 ഫോഴ്സുകൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ നിർബന്ധമായും പറഞ്ഞിരിക്കണം? ഒന്ന്, ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അതേപോലെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, ഒരേ ബോഡിയിൽ ആക്ട് ചെയ്യണം, ആക്ടിങ് ഓൺ സെയിം ബോഡി. ഒരേ ബോഡിയിലായിരിക്കണം ഈ 2 ഫോഴ്സുകളും ആക്ട് ചെയ്യേണ്ടത്. ഈ 2 ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നത് ഒരേ ലൈനിലാകാൻ പാടില്ല. 2 ഫോഴ്സും 2 ലൈനിലായിരിക്കണം. 2 ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കണം, ഡിഫറൻ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 2 ഫോഴ്സുകളെ എന്ത് വിളിക്കാം? കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പറയും, ഇങ്ങനൊരു കപ്പിൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ, ഇതുപോലെ 2 ഫോഴ്സുകൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ ആ ബോഡിക്കുണ്ടാകുന്ന മോഷൻ ഏതാണ്? ഓൺലി റൊട്ടേഷൻ, നോ ട്രാൻസ്ലേഷൻ. കപ്പിൾ പ്രൊഡ്യൂസസ് ഓൺലി റൊട്ടേഷൻ, നോ ട്രാൻസ്ലേഷൻ. ഓക്കെ, കപ്പിൾ കാരണം ബോഡി കറങ്ങുക ചെയ്യുക, ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് അടുത്ത പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്? ഒരു ഫോർമുല പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അത് വെച്ച് പ്രോബ്ലം വരുമ്പോൾ ആൻസർ ചെയ്യാനും പഠിക്കുക. നോക്കട്ടെ, ഇവിടെ ഒരു റിജിഡ് ആയിട്ടുള്ള റോഡ് കണ്ട നിങ്ങൾ, ഇതുപോലെ ഒരു റിജിഡ് റോഡ്. ഈ റിജിഡ് റോഡിനെ നമ്മൾ മുകളിൽ ലിവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ലിവറുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. പാർക്കിൽ കാണുന്ന സീസോ, അതേപോലെ സാധനങ്ങൾ തൂക്കി വാങ്ങുന്ന സാധാരണ ത്രാസ്, ഓക്കെ, അതൊക്കെ ഒരു ലിവറിന് എക്സാമ്പിൾ ആണെന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, ഇതൊരു റിജിഡ് ആയിട്ടുള്ള ബോഡി. ഈ ബോഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെവി ലോഡ് പൊക്കുകയാണ്. ആ ലോഡ് പൊക്കുന്ന സമയത്ത് ഇവിടെ മേലോട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഈ ഭാഗത്ത് ഇയാൾ എന്ത് ചെയ്യാണ്? ഈ റിജിഡ് റോഡിനെ, ഈ പ്ലാറ്റ്ഫോമിനെ താഴ്ത്തുകയാണ്. ഈ ഭാഗം താഴ്ത്തുമ്പോൾ ഈ ഭാഗം പൊങ്ങും. അപ്പോൾ ഈ ലോഡ് പൊക്കാൻ പറ്റും. എന്നാൽ ലോഡ് ആ കൈകൊണ്ടെടുത്ത് പൊക്കിക്കൂടെ? കൈകൊണ്ടെടുത്ത് പൊക്കണേക്കാൾ എളുപ്പമായിരിക്കും ഇതുപോലെ റിജിഡ് റോഡ് വെച്ച് മേലോട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഈ അറ്റത്ത് താഴ്ത്തുന്നത്. അപ്പോൾ ഈ താഴ്ത്തുന്ന ഈ ബോഡിയെ നമ്മൾ ലിവർ എന്ന് പറയും. ലിവർ എന്ന് പറഞ്ഞാൽ പൊക്കുക എന്നർത്ഥം. ഒരു ബോഡിയെ പൊക്കാനോ നീക്കാനോ ഉപയോഗിക്കുന്ന റിജിഡ് റോഡുകളെ അതൊരു സിമ്പിൾ മെഷീൻ എന്നുള്ള വിഭാഗത്തിൽ പെടുത്തും, ലിവർ എന്ന് പറയും. ആയിക്കോട്ടെ, ഈ റിജിഡ് റോഡിനകത്ത് ഇയാൾ ഇവിടെ ഒരു ഫോഴ്സ് എഫേർട്ട്, ഇവിടെ ഈ ലോഡ്, ഈ ബോഡിയുടെ വെയിറ്റ് താഴോട്ട്, ഇവിടെ ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് താഴോട്ട്, ഇവിടെ മേലോട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്ന പോയിന്റിനെ ഫൾക്രം എന്ന് പറയും. ഈ താഴോട്ടുള്ള ഫോഴ്സിനെ ലോഡ് എന്ന് പറയും, ഈ താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഈ ബോഡിയെ പൊക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഭാഗം പൊങ്ങുമ്പോൾ ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? അതെ, ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ബോഡിക്കകത്ത് 2 തരം ടോർക്ക് ഉണ്ട് എന്ന് പറയും. ഒന്ന് ഈ എഫേർട്ട് കാരണം ഉണ്ടാകുന്ന ടോർക്ക്, മറ്റൊന്ന് ലോഡ് കാരണം ഉണ്ടാകുന്ന ടോർക്ക്. ഓക്കെ, ഇനി ഈ ലിവർ, ഈ റോഡ് എപ്പോഴാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവുക? നിങ്ങൾ പറയും, എപ്പോഴാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകുക എന്ന് കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചത്? നെറ്റ് ടോർക്ക് 0. 2 ടോർക്ക് ഉണ്ടെങ്കിൽ ആ 2 ടോർക്കും കൂട്ടിയാൽ 0 കിട്ടണം. 2 ടോർക്ക് 0 ആകണമെങ്കിൽ ആ 2 ടോർക്ക് ഈക്വലും ആയിരിക്കണം, ഓപ്പോസിറ്റും ആയിരിക്കണ്ടേ? അപ്പോൾ ആ 2 ടോർക്കുകൾ ഈക്വലും ഓപ്പോസിറ്റും ആയാൽ നെറ്റ് ടോർക്ക് 0, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു റിജിഡ് റോഡ് അല്ലെങ്കിൽ ഒരു ലിവർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകാനുള്ള കണ്ടീഷൻ നോക്കടാ. ഈ ഫോഴ്സിന് എന്താ പേര് പറഞ്ഞ്? ലോഡല്ലേ. ആ ലോഡ് എന്നുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് കാണാൻ R×F×sin θ എന്നല്ലേ ഫോർമുല? R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഇതാ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ലോഡ് ആം എന്ന് പറയും. ലോഡ് ആം. ഈ ഫോഴ്സിനെ എന്ത് പേരും വിളിക്കും? ലോഡ്. ഓക്കെ, ലോഡ് ആമും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ലോഡ് എന്നുള്ള ഫോഴ്സ് കാരണമുള്ള ടോർക്കിന്റെ ഫോർമുല? ലോഡ് ഇൻറ്റു ലോഡ് ആം. R×F×sin θ. θ 90, sin 91. അപ്പോൾ R×F, ലോഡ് ഇൻറ്റു ലോഡ് ആം. ഓക്കെ, ഈ ടോർക്ക് കാണാനുള്ള ഫോർമുല എഫേർട്ട് ഇൻറ്റു ഈ ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേര് എഫേർട്ട് ആം എന്നാണ്. അപ്പോൾ ഒരു ലിവർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ ടോർക്കും ഈക്വൽ ആവുക. ഓപ്പോസിറ്റ് ആണ് രണ്ടും. ഈ ടോർക്ക് ഇവിടെ താഴ്ത്തുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും കറങ്ങുക, ഈ ഭാഗത്താകുമ്പോൾ ഈ ഫോഴ്സ് കാരണം ഈ ബോഡിക്ക് ഇങ്ങനെയായിരിക്കും ടോർക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ 2 ടോർക്കുകളും ഓപ്പോസിറ്റാണ്. ഇനി രണ്ടും ഈക്വൽ ആയാൽ മതി. അപ്പോൾ കണ്ടീഷൻ ഫോർ rotational equilibrium for a lever. Okay, എന്താ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് പറ? കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഫോർ എ ലിവർ. ഓക്കെ, എന്താണ് ഒരു ലിവറിന്റെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പറ? ലോഡ് ഇൻറ്റു ലോഡ് ആം. Load into load arm is equal to effort into effort arm. Effort into effort arm. Okay, this is the condition for rotational equilibrium for a lever. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ഓക്കെ, ശരി. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി പഠിക്കേണ്ടത്, ഇവിടെ ലോഡ് ബൈ എഫേർട്ട്, ഇവിടുത്തെ ഔട്ട്പുട്ട് ഫോഴ്സ് ആണ് ലോഡ്, ഇൻപുട്ട് ആണ് എഫേർട്ട്. ഈ ലോഡ് ബൈ എഫേർട്ടിന് നമ്മൾ വിളിക്കുന്ന പേര് MA. എന്താ MA? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നുള്ള ഭാഗത്ത് കേട്ടിട്ടുണ്ടാവും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതേപോലെ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഫോഴ്സ് ബൈ ഇൻപുട്ട് ഫോഴ്സ്, ലോഡ് ബൈ എഫേർട്ട്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്താണെന്ന് എഴുതാൻ ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ദെൻ മറ്റൊരു ചെറിയ പോയിന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബോഡിയുടെ വെയിറ്റ് മുഴുവൻ ആക്ട് ചെയ്യുന്ന പോയിന്റാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു ബോഡി എന്താണ്, ഈ പെന്നിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ആ പാർട്ടിക്കിൾസിനൊക്കെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിളൊക്കെ എർത്ത് താഴോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ പിടിച്ചാൽ ഈ പെന്നെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പെന്നിൻ്റെ മുഴുവൻ വെയിറ്റും ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ എല്ലാ ബോഡിക്കും അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം, വെയിറ്റ് മുഴുവൻ ആക്ട് ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി ആക്ട്സ്. വേറെയും ഒരു ഡെഫിനിഷൻ പറയാം, ഇറ്റ് ഈസ് ദി പോയിന്റ് അബൌട്ട് വിച്ച് നെറ്റ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഈസ് 0. അതെന്താ? അതായത് ഈ പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇവിടെ ഞാൻ ഇങ്ങനെ താങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള പാർട്ടിക്കിൾസിന്റെ വെയിറ്റ് കാരണം ക്ലോക്ക് വൈസ് ടോർക്ക്, ഇവരുടെ വെയിറ്റ് കാരണം ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക്. ഓക്കെ, അപ്പം നെറ്റ് ടോർക്ക് 0 ആയതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത്.
അതുകൊണ്ട് നെറ്റ് ടോർക്ക് 0 ആകുന്നത് ഏത് പോയിന്റിൽ നമ്മൾ മേലോട്ട് സപ്പോർട്ട് കൊടുക്കുമ്പോഴാണോ ആ പോയിന്റിനെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. അപ്പോൾ 2 ഡെഫിനിഷൻ ഒന്നാമത്തെങ്കിലും പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ എക്സാമിന് ഒരു ചോദ്യം, സെന്റർ ഓഫ് മാസ് നേരത്തെ പഠിച്ചല്ലോ, ഈ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ? ഈസ് സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി സെയിം? എന്താ ആൻസർ? കൃത്യമായി സെയിം ആണ്, അല്ലെങ്കിൽ ഉറപ്പിച്ച് സെയിം അല്ല എന്ന് പറയാൻ പറ്റില്ല. സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അത് മാസിൻ്റെ സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെയിറ്റ് ആക്ട് ചെയ്യുന്ന സെൻറ്ററാണ്. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം, ഒന്ന് എം ആണെങ്കിൽ അടുത്തത് എം ജി ആണ്. അപ്പോൾ വെയിറ്റിനകത്ത് ജി ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശ്രദ്ധിക്കേണ്ടത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഭൂമിയുടെ സർഫസിൽ 9.8, മേലോട്ട് പോകും തോറും കുറയും, ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴോട്ട് പോയാലും കുറയും എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ വലിയൊരു ഹൈറ്റിലേക്ക് എത്തുമ്പോഴല്ലേ കാര്യമായ ചേഞ്ച് ജിയുടെ വാല്യൂവിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ, ഇപ്പോൾ ഈ പെന്ന്, അത് പിടിച്ച് നിൽക്കുന്ന ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ബിൽഡിങ്, നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ഇവരുടെയൊക്കെ ഹൈറ്റ് ഒന്നും ഒരു വളരെ വലിയ കിലോമീറ്ററുകളോളം ഉയരത്തിലല്ല ഇതൊന്നും. അങ്ങനെ വരുമ്പോൾ ഈ വസ്തുക്കളുടെയൊക്കെ താഴെയുള്ള പാർട്ടിക്കിളും മുകളിലുള്ള പാർട്ടിക്കിളും തമ്മിലൊക്കെയുള്ള ജിയുടെ വാല്യൂവിൽ കാര്യമായ ഒരു വ്യത്യാസമില്ല. എല്ലാവരുടെയും ജി 9.8 എന്ന് നമുക്ക് എഴുതാം. എല്ലാ പാർട്ടിക്കിളിൻ്റെയും, ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർട്ടിക്കിൾ, ടോപ്പ് ഫ്ലോറിലെ പാർട്ടിക്കിൾ, എല്ലാവരുടെയും ജി 9.8 എന്ന് എഴുതാം. അങ്ങനെ ജിയുടെ വാല്യൂവിൽ മാറ്റമില്ലാത്ത വസ്തുക്കളാകുമ്പോൾ ജിയുടെ വാല്യൂ എല്ലാ പാർട്ടിക്കിളിനും സെയിം ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അവർക്ക് ഒന്നായിരിക്കും. എന്നാൽ ജിയുടെ വാല്യൂവിൽ മാറ്റമുള്ള വിധത്തിൽ ഒരു വലിയ ഹ്യൂജ് ബോഡി കൺസിഡർ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. സോ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ എന്ന ചോദ്യത്തിന് മക്കൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇഫ് ജി ഈസ് സെയിം ഫോർ ആൾ പാർട്ടിക്കിൾസ്, ജി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇഫ് ജി ഈസ് സെയിം ഫോർ ആൾ പാർട്ടിക്കിൾസ്, എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും ജി സെയിം ആണെങ്കിൽ അവിടെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആകുന്നു. രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു, രണ്ടും സെയിം ആകുന്നു. ഓക്കെ, എന്നാൽ ഇഫ് ജി ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ, ജി ഡിഫറൻ്റ് ആണെങ്കിൽ അപ്പോൾ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആർ ഡിഫറെൻറ്റ്. ഓക്കെ.